പറയുന്നത് സത്യമായിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിന് ഞാൻ തെളിവ് തരും? ഏത് കാര്യത്തിന്? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ലിയാഖത്ത് നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ചങ്ങായി നുണ കയ്യോടെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അയാളോട് നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ പറയൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഷമീർ ഇറങ്ങിയിട്ട് 30,000 തരാം 40,000 തരാം. വേണ്ട ഷമീറെ, വേണ്ട. എന്നിട്ട് അടുത്ത ദിവസം പറയും ഇതാ എന്റെ 40,000 ലിയാഖത്ത് പറ്റിച്ചു എന്ന്. നിനക്ക് ഉസറും പുളിയൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കത്തിൽ കേൾപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു കളവ് തെളിവ് സഹിതം കൊണ്ടുവന്നാൽ, ഇയാൾ കളവ് പറയാറില്ല എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ എന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാർട്ട് 1 ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോയിൽ കൃത്യമായ ഒരു കളവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം തന്ന മറുപടിയാണ് നിങ്ങൾ തൊട്ടു മുന്നേ കേട്ടത്. കാരണം പൈസ 40,000 50,000 ഒക്കെ ആയിട്ടാണ് ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വേണ്ട. ചിലപ്പം തിരിച്ചിപ്പോൾ 5 ലക്ഷം വാങ്ങിയിട്ട് ആകെ അതിനെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ 5 ലക്ഷം വാങ്ങി വെച്ചത് അത് വളരെ വലിയ തെറ്റാണ്. കാരണം ഒരു സംവാദം നടന്നിട്ട് നിങ്ങൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു തെറ്റ് അത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് 5 ലക്ഷം, അതാണ് ആ ആള് ഓഫർ ചെയ്തത്. അതൊരു പന്തയമല്ല, ഒരു ഇനാമായിട്ടാണ് അയാൾ കൊണ്ടുവന്നത്. പന്തയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും അയാൾ ഇങ്ങോട്ടും വെക്കണം, അപ്പോഴാണ് അത് പന്തയമായിട്ട് മാറും. അപ്പോൾ എന്തായാലും നമ്മൾ അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഒരു 50,000 രൂപ നിങ്ങൾ പറഞ്ഞ കളവാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇത് കളവല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 തരാം. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കളവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള വഴി ഇതേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ വാട്സപ്പിൽ ചോദിച്ചപ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത്. ഷമീറിനെ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, അല്ലെ വേറെ വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണെന്നാണ്. എന്താണ് ഇപ്പോൾ വലിയ വിഷയങ്ങൾ? അതേപോലെ പണ്ഡിതന്മാർ, എന്തിന് പണ്ഡിതന്മാർ തന്നെ? താനാരാ വലിയ പണ്ഡിതനായിട്ടാണ്? താൻ എന്ത് പണ്ഡിതനാണ്? കളവ് പറയുന്നതിൽ പണ്ഡിതം. നമ്മൾ ഓരോന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ 2 കളവുകളാണ്. ഒരു 30 സെക്കൻഡിന്റെ ദൈർഘ്യമുള്ള വീഡിയോയിൽ താൻ പറഞ്ഞ 2 കളവുകളാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾ മറുപടി പറയുമോ നോക്കാം. ഇപ്പം പണം വെച്ചുള്ള പരിപാടിയാണല്ലോ പ്രശ്നം. നമ്മൾ ഇതിലൊന്നും പണം വെക്കുന്നില്ല. കഴിഞ്ഞ പരിപാടിയിൽ നിന്നും നമ്മൾ പണം ഒഴിവാക്കിയതായിട്ട് ഇപ്പോൾ അറിയിക്കുന്നു. ഇനിയെങ്കിലും ആശയപരമായിട്ടാണെങ്കിൽ ആശയപരമായിട്ട് മറുപടിയായിട്ട് വരൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ 2 കളവുകൾ അത് ഏതാണെന്ന് നമുക്ക് കേൾക്കാം. എന്നിട്ട് മറുപടിയിലേക്ക് കടക്കാം. കേട്ടോ, മരിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ, നീ ഈ സമുദായത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് തരികയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സംസാരിക്കുന്ന ബോധമുള്ള കാലത്ത് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അതിന്റെ പക തീർക്കാൻ വേണ്ടി എന്റെ ഡെഡ് ബോഡി ഞാൻ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരാൻ ഏർപ്പാട് ചെയ്യാം. അതിൽ പണ്ട് മുഹമ്മദ് ബദറിൽ കൊന്നു തള്ളിയ മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്തിട്ട് ഡെഡ് ബോഡികൾ ഛിന്ന ഭിന്നമാക്കിയതിനു ശേഷം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ആ പൊട്ടക്കിണറ്റിലെ മൃതദേഹങ്ങളെ നോക്കി ആക്രോശിച്ചതുപോലെ നിങ്ങൾക്ക് ആക്രോശിച്ച് സായുജ്യമടയാം. നിങ്ങൾ അഡ്രസ്സ് തന്നാൽ ഞാൻ. ഓക്കെ, അപ്പൊ ഇയാൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 കളവുകളാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹസൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അയാളുമായിട്ടുള്ള സംസാരത്തിനിടക്ക് അയാൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ഹസൻ ഭായി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മരണത്തിന് ശേഷം എന്താണ് നിങ്ങളുടെ ഡെഡ് ബോഡി ചെയ്യുക എന്നൊരു ചോദ്യം ആൾ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്ന മറുപടിയാണ്. അപ്പം എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പാർസലായിട്ട് അയച്ചുതരാം. ഇതിനു മുമ്പ് ബദറിന്റെ സമയത്ത്, ബദർ യുദ്ധാനന്തരം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ അംഗവിച്ഛേദങ്ങളൊക്കെ ചെയ്ത് ക്രൂരമായ അംഗവിച്ഛേദം ചെയ്തതിനു ശേഷം അതേപോലെ തന്നെ പൊട്ടക്കിണറിലേക്ക് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അവരോട് ആക്രോശിച്ചു എന്നുള്ള, ഇയാൾ ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വീഡിയോ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അപ്പൊ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ആക്രോശിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് 2 കളവുകളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അംഗവിച്ഛേദങ്ങൾ ചെയ്തിട്ട് ബോഡി മൊത്തത്തിൽ പല പീസുകളാക്കിയിട്ടോ എന്തെങ്കിലും ചെയ്തതായിട്ട് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കളവ് 1. അടുത്ത കളവ്, അവര് അതിനുശേഷം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബോഡികളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കിണറിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തു? ആക്രോശിച്ചു എന്ന് പറഞ്ഞു, ചീത്ത പറഞ്ഞു എന്നോ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ചെയ്തോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ 2 കളവുകൾ നിങ്ങൾ തെളിയിക്കുമോ? നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം കാണിക്കണമെന്നാണല്ലോ. നിങ്ങൾ പറഞ്ഞതാണിത്,
ഇത് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റെഫറൻസ് എന്താണ്, ഇതൊന്ന് തെളിയിച്ചു തരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആശയപരമായിട്ട് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരൂ എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് മക്ക മുശ്രിക്കുകൾ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന്റെ അനുയായികളെ വധിച്ചതിന് ശേഷം ഇതുപോലെ അംഗവിച്ഛേദങ്ങൾ ചെയ്തതായിട്ടും നമ്മളെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് അംസാർ റളിയല്ലാഹുവിന്റെ മരണത്തിന് ശേഷം കുന്തം കൊണ്ട് എറിഞ്ഞ് കൊന്നതിന് ശേഷം അംഗവിച്ഛേദങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പല രീതിയിലും അവർ പറയാൻ വരെ നമുക്ക് എന്താ പറയാ വളരെ വിഷമമാകുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവർ ചെയ്തതായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. അതുമാത്രമല്ല, ഇസ്ലാമിൽ ഇങ്ങനെ മരണപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരാളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് യുദ്ധ നിയമങ്ങളിൽ പെട്ടതാണ്. അതും നമ്മൾ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.